ഗൈസ് ഏവർക്കും ടേസ്റ്റ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു റെസിപ്പിയാണ്, അതായത് എൻ്റെ ഉമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്ന ഒരു കിടിലൻ ചിക്കൻ കറിയാണ്. ഇപ്പോൾ ഇത് പൊറാട്ടയ്ക്കും പത്തിരിക്കും പറ്റിയ നല്ലൊരു ഇതാണ്. അപ്പോൾ നമുക്ക് നോമ്പിൻ്റെ സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ഉണ്ടാക്കി നല്ലൊരു ടേസ്റ്റാണ്. അപ്പം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. എൻ്റെ മോൻക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഉള്ള സാധനങ്ങൾ: 1 കിലോ ചിക്കൻ, ഇത് 2 സവാള ഉണ്ട്. മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ 3 എടുക്കുക, അല്ലെങ്കിൽ 2 വലിയ സവാള, 2 തക്കാളി, 1 ഉണ്ട വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 4-5 ചെറിയ ഉള്ളി, 4 പച്ചമുളക്, 2 അല്ലി കറിവേപ്പിൻ്റെ ഇല, 2 അല്ലി മല്ലിയില, 3 ഉണക്കമുളക്, ചുവന്ന മുളക്. ഇതിലേക്കുള്ള പൊടികളാണിത്: 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളകും പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തേങ്ങൻ്റെ 1/2 മുറിൻ്റെ തേങ്ങാപ്പാലാണ് വേണ്ടത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. എല്ലാ സാധനങ്ങളും തേങ്ങൻ്റെ പാലും ഒക്കെ എടുത്ത് വരാം. നമ്മൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലും ഒഴിച്ചു കൊടുക്കുക, പക്ഷേ വെളിച്ചെണ്ണക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അത് കാരണം നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ചെറിയ ഉള്ളി നമ്മൾക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ചെറിയ ഉള്ളിയാണ് അതിലേക്ക് നമ്മൾ ഇടേണ്ടത്. ഇനി ആ ചെറിയ ഉള്ളി ഒന്ന് ഇപ്പം അങ്ങനെ മുരിഞ്ഞ് വന്നിരിക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ നിറം മാറി വരണം. നമുക്ക് ഇഞ്ചി നമ്മൾക്ക് ചെറുതായി വാടി വന്നിരിക്കുന്നത്, ചെറുങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. ഒന്ന് വാടി വന്നിരിക്കുന്നത്, അപ്പോഴാണ് നമ്മൾ ചുവന്ന മുളക് മുറിച്ചത് ഇട്ട് കൊടുക്കേണ്ടത്. ചെറുങ്ങനെ മുറിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതിനൊന്ന് ചെറുങ്ങനെ ചൂടായ ശേഷം നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അത് ചെറുങ്ങനെ ചൂടായാൽ മതി. അതിന് ശേഷം നമുക്ക് നമ്മളെ വലിയ ഉള്ളി മുറിച്ച് വെച്ചിട്ടുള്ളത് അത് ആഡ് ചെയ്യുക. ഈ വലിയ ഉള്ളി ഒന്ന് വാടി വരുന്ന ടൈമിൽ നമുക്ക് ഇപ്പോൾ വലിയ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിലാണ് നമ്മൾ തക്കാളി ചേർത്ത് വെക്കാൻ പോകുന്നത്. തക്കാളി നല്ല വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ പൊടികൾ പറയുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതിൻ്റെ കാര്യം പറയാൻ മറന്നു വിട്ടുപോയിരുന്നു. ഈ ടൈമിനാണ് തക്കാളി ഇട്ട് വെന്ത ടൈമിനാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യേണ്ടത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഈ ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. എല്ലാ പൊടികളും ഈ ടൈമിനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ എല്ലാ പൊടികളും കൂടെ ചേർത്തതാണിത്. മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളകും പൊടി, പെരുംജീരകം എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് വെച്ചതാണിത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്ന് നല്ല വറുത്ത പോലെ എടുക്കുക. നല്ല മുരിഞ്ഞ് വന്ന ശേഷം ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറിയ ശേഷമാണ് നമ്മൾ ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. മുരിഞ്ഞ് വന്ന് നല്ല സ്മെല്ലൊക്കെ മാറി നല്ലൊരു ഇതിലായിരിക്കുന്നുണ്ട്. പിന്നെയാണ് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. 1 കിലോ ചിക്കൻ ഉണ്ട്. 1 കിലോ ചിക്കനക്കുള്ള പൊടികളാണ് ഞാൻ പറഞ്ഞത്. നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ഇളക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കുക. വെള്ളമൊന്നും ഒഴിക്കരുത്.
ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. ഇത് ചെറുങ്ങനെ മൂടി വെച്ചിട്ട് വേവിക്കുക. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, അതിൽ തന്നെ വെള്ളം വന്നിരിക്കണം മേലെ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ തന്നെ വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ചിക്കൻ കുറച്ച് വേവുള്ള കാരണം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്തിരി വെള്ളം വന്നതിന് ശേഷം നമുക്ക് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചിക്കൻ വേവാൻ നല്ല പണിയുണ്ട്. പക്ഷെ വേവുള്ള ചിക്കനാണ്, അതുകൊണ്ട് കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചുടുവെള്ളം വേണം നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ. ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് തുറന്ന് നോക്കൊന്ന്. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വെള്ളമായി. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിലാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒരു തേങ്ങൻ്റെ ഹാഫ് മുറി തേങ്ങൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. ഈ ടൈമിൽ നമ്മളത് ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ അടച്ച് വേവിക്കുക. പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളക്കുക. തിളച്ച ശേഷം നമുക്ക് ഓഫ് ചെയ്യുക. മല്ലിയില വിതറി കൊടുക്കുക അതിൻ്റെ മുകളിലോട്ട്. ശേഷം ഇത്തിരി നേരം അടച്ച് വെച്ചതിന് ശേഷം വേണം നമ്മളത് എടുക്കാൻ. ഭയങ്കര ടേസ്റ്റായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻ്റ് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്തിയ ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. പിന്നെ ഈ റെസിപ്പി മറ്റുള്ളവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം.